നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്കൻഡറി മാർക്കറ്റ് ഇപ്പോൾ വല്ലാതെ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമാണിപ്പോൾ. ഈ അവസരത്തിൽ പ്രൈമറി മാർക്കറ്റും അതുപോലെ തന്നെ നമുക്ക് വളരെയധികം സന്തോഷം നൽകിക്കൊണ്ട് പല കമ്പനികളും രംഗത്തേക്ക് വരുന്നുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഡി ഡെവലപ്മെൻറ്റ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് എന്നുള്ളത്. അവരുടെ ഇഷ്യൂ ഓപ്പൺ ആവുന്നത് ജൂൺ 19 തീയതി മുതൽ 21 വരെയാണ് ഇത് ഓപ്പൺ ആയിരിക്കുന്നത്. 418.01 ക്രോഴ്സാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. ഈ കമ്പനി പൈപ്പിംഗ് സൊല്യൂഷൻസ് ആണ് നിർമ്മിക്കുന്നത്. അതായത് ഓയിൽ ആൻഡ് ഗ്യാസ്, അതുപോലെ തന്നെ ന്യൂക്ലിയർ ആവശ്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടുള്ള ഇൻഡസ്ട്രിയൽ പൈപ്പുകളാണ് കമ്പനി നിർമ്മിക്കുന്നത്. അത് ഹൈ പ്രഷർ പൈപ്പുകളും മറ്റും നിർമ്മിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് എഞ്ചിനീയറിംഗ് ഉപകരണങ്ങളും, ഇൻഡസ്ട്രികൾക്ക് ആവശ്യമുള്ള എഞ്ചിനീയറിംഗ് ഉപകരണങ്ങളും ഡി ഡെവലപ്മെൻറ്റ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് എന്ന ഈ കമ്പനി നിർമ്മിക്കുന്നു. ഇവരുടെ ആസ്ഥാനം ഹരിയാനയാണ്. ഡി ഡെവലപ്മെൻറ്റ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് എന്ന ഈ കമ്പനി ഡി പൈപ്പിംഗ് സിസ്റ്റം എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഈ കമ്പനിയുടെ കസ്റ്റമേഴ്സിൽ ചിലരുടെ പേരുകൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കിതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും വലിയ ഇൻഡസ്ട്രിയൽ ഫേംസ് തന്നെയാണ്. JGC കോർപ്പറേഷൻ, ന്യൂട്ടർ എറിക്സൺ, മാൻ എനർജി സൊല്യൂഷൻസ് SE, മിത്സുബിഷി ഹെവി ഇൻഡസ്ട്രീസ്, ജോൺ കോക്രെൽ SA, റിലയൻസ് ഇൻഡസ്ട്രീസ്, HPCL, മിറ്റൽ എനർജി ലിമിറ്റഡ്, തോഷിബ, JSW പവർ സിസ്റ്റംസ് തുടങ്ങിയിട്ടുള്ള വലിയ ഇൻഡസ്ട്രിയൽ ഫേംസാണ് ഇവരുടെ പ്രധാന കസ്റ്റമേഴ്സായിട്ട് വരുന്നത്. കമ്പനിക്ക് ആകെ 6 മാനുഫാക്ചറിങ് യൂണിറ്റുകളാണുള്ളത്. എല്ലാം തന്നെ വളരെ സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് ആണ്. 3 ഹരിയാനയിലും ബാക്കി ഗുജറാത്ത്, രാജസ്ഥാൻ, അതുപോലെ തന്നെ തായ്ലാൻഡിലെ ബാങ്കോക്കിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവരുടെ ആനുവൽ കപ്പാസിറ്റി, മാനുഫാക്ചറിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 94,500 മെട്രിക് ടണ്ണാണ് വാർഷികമായിട്ട് പറയുകയാണെങ്കിൽ. കഴിഞ്ഞ വർഷം ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള വരുമാനം മാത്രം നോക്കുകയാണെങ്കിൽ 268.59 കോടി രൂപ വരും. അതായത് USA, യൂറോപ്പ്, ജപ്പാൻ, കാനഡ, മിഡിൽ ഈസ്റ്റ്, നൈജീരിയ, വിയറ്റ്നാം, സിംഗപ്പൂർ, ചൈന, തായ്വാൻ, ഇങ്ങനെ പല രാജ്യങ്ങളിലേക്കും ഇവരുടെ പ്രോഡക്റ്റുകൾ കയറ്റി അയക്കപ്പെടുന്നുണ്ട്. ഡി ഡെവലപ്മെൻറ്റ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. കിഷൻ ലലിത് ബൻസാൽ എന്ന ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ് കമ്പനിയുടെ CMD. അദ്ദേഹം ഇതിൻ്റെ പ്രൊമോട്ടറാണ്. അതുകൂടാതെ അഷിമ ബൻസാൽ, പിന്നെ അവരുടെ ഒരു കമ്പനി DDE പൈപ്പിംഗ് കോമ്പോണൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയും ഇതിൻ്റെ പ്രൊമോട്ടേഴ്സാണ്. അപ്പോൾ ബൻസാലിൻ്റെ കൈവശം മാത്രം 74.74% ഓഹരികളുമുണ്ട്. ബാക്കി ഈ പ്രൊമോട്ടേഴ്സ് എല്ലാവരും ചേരുമ്പോൾ 100% ഓഹരികളും. അതായത് പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശം തന്നെയാണ് 100% ഈ കമ്പനിയുടെ ഓഹരികളും ഉള്ളത്. ഇനി ഡി ഡെവലപ്മെൻറ്റിൻ്റെ മറ്റ് ചില പോയിൻറ്റ്സ് നമുക്ക് പരിശോധിക്കാം. EPS 2.45 ആണ് ഇഷ്യൂവിന് മുമ്പ്. PE റേഷ്യോ 78.87, 82.95. അതുപോലെ റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 3.14%. NAV 78.06 പെർ ഷെയറുമാണ്. ഇനി ഈ കമ്പനി എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഇഷ്യൂ നടത്തുന്നത്? അതിൽ 418.01 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നതെങ്കിലും അതിൽ 325 കോടി രൂപയ്ക്കുള്ളത് ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴിയാണ് കമ്പനിക്ക് ലഭിക്കുന്നത്. ബാക്കിയുള്ളത് മാത്രമാണ് ഓഫർ ഫോർ സെയിൽ. അപ്പോൾ ഇപ്പോൾ ഇഷ്യൂ നടത്തുന്നത് പ്രധാനമായിട്ടും വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് ഫണ്ട് ആവശ്യത്തിന് വേണ്ടിയാണ്. അതിലൊരു 75 കോടി രൂപയാണ് അവർ വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കി ഒരു 175 കോടി രൂപ അവരുടെ പല കടബാധ്യതകളും കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു ഭാഗം കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. 175 കോടി രൂപ. ബാക്കിയുള്ളതാണ് ജനറലായിട്ടുള്ള കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി കമ്പനി വിനിയോഗിക്കുന്നത്. ഇനി ഈ കമ്പനിയുടെ ലിസ്റ്റഡ് ആയിട്ടുള്ള പിയർ കമ്പനികൾ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ISGEC ഹെവി എഞ്ചിനീയറിംഗ് എന്നൊരു കമ്പനിയാണ് ഇതിൻ്റെ ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു പിയർ കമ്പനിയായിട്ട് കാണാനായിട്ട് കഴിഞ്ഞത്. ലീഡ് മാനേജർ SBI ക്യാപിറ്റൽ മാർക്കറ്റും പിന്നെ ഇക്വറസ് ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുമാണ്. രജിസ്ട്രാർ ലിങ്കൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും.
ഇനി നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് ഒന്ന് പരിശോധിക്കാം. 2021 റവന്യൂ 513.03 കോടി രൂപയാണ്. 22 ആയപ്പോൾ അത് 470.84 ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ 2023 614.32 എന്നുള്ള ലെവലിലേക്ക് വീണ്ടും ഉയരുകയുണ്ടായി. ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ആദ്യത്തെ 9 മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ 3 ക്വാർട്ടറിലെ നോക്കുകയാണെങ്കിൽ 557.86 കോടി രൂപയാണ് ഇതുവരെ കമ്പനിയുടെ റവന്യൂ ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി നെറ്റ് ഇൻകം നോക്കുക, അറ്റാദായം നോക്കുകയാണെങ്കിൽ 2021 14.21 കോടി രൂപയും 22 ആയപ്പോഴത്തേ അത് കുറഞ്ഞിട്ട് 8.2 കോടി രൂപയുമായിരുന്നു. അത് പിന്നീട് 2023 ആയപ്പോഴത്തേക്കും 12.97 കോടി രൂപയായിട്ടും ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ആദ്യത്തെ 9 മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ 14.34 കോടി രൂപയായിട്ട് വീണ്ടും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് 2022 നിന്ന് 2023 മാറ്റം നോക്കുകയാണെങ്കിൽ റവന്യൂവിൻ്റെ കാര്യത്തിൽ 30.47% അറ്റാദായത്തിൻ്റെ കാര്യത്തിൽ 58.25% വർധനവുമാണ് കാണിക്കുന്നത്. അതൊരു മികച്ച കണക്കായിട്ടാണ് ഇതിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ഡീ പൈപ്പിംഗ് സിസ്റ്റത്തിൻ്റെ IPO ഡേറ്റ് പരിശോധിക്കാം. 19 തീയതി മുതൽ 21 തീയതി വരെയാണ് ജൂൺ മാസത്തിൽ ഇത് ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൻ്റെ ഇഷ്യൂ പ്രൈസ് 193 രൂപ മുതൽ 203 രൂപ വരെയാണ് ആ പ്രൈസ് ബാൻഡ്, 193 to 203. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതിലെ എംപ്ലോയീസിന്, ഈ കമ്പനിയിലെ എംപ്ലോയീസിന് ഒരു ഷെയറിൽ 19 രൂപ വെച്ച് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്, മറ്റുള്ളവർക്കില്ല. പിന്നെ ഫ്രഷ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ 325 കോടി രൂപയ്ക്കുള്ളതാണ്. ഓഫർ ഫോർ സെയിൽ ഏകദേശം 45,82,000 ഓഹരികളാണ് ഇവർ വിറ്റഴിക്കുന്നത്. അതായത് 93.01 കോടി രൂപ വരും ഇതിൻ്റെ അപ്പർ ബാൻഡ് വെച്ച് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ. ടോട്ടൽ ഇഷ്യൂ സൈസ് അപ്പോൾ 418.01 കോടി രൂപയ്ക്കുള്ളതാണ്. മിനിമം ബിഡ് ഒരു റീറ്റെയിലറെ സംബന്ധിച്ചിടത്തോളം 73 ഓഹരികളാണ് ഒരു ലോട്ട് എന്ന് പറയുമ്പോഴത്തേ. അങ്ങനെ 13 ലോട്ട് വരെ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസ് വാല്യൂ 10 രൂപയാണ് ഒരു ഓഹരിയുടെ. ഇത് റീറ്റെയിലേഴ്സിന് 35% ഓഹരികൾ അലോട്ട് ചെയ്യുന്നുണ്ട്. 50% അവർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ബാക്കിയുള്ളത് HNIസിനുമാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത് ജൂൺ 24 തീയതി ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്തു. ലിസ്റ്റിംഗ് വരുന്നതും മിക്കവാറും ജൂൺ 26 തീയതി ആയിരിക്കണം. ഇനി ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് സംശയിച്ച് നിൽക്കുന്നവരോട് പറയാനുള്ളത്, ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്ക് വളരെയധികം ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റാണ് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നത്. എൻജിനീയറിംഗ് ഗുഡ്സും ഇതിനോടൊപ്പം തന്നെ ഉണ്ട്. ഇതൊരു ഫുള്ളി പ്രൈസ്ഡ് ആയിട്ടുള്ളൊരു ഓഹരിയാണ് എന്ന് പറയാം. എന്തായാലും ഈ കമ്പനിയുടെ പ്രോഡക്റ്റ് വളരെയധികം ഡിമാൻഡുള്ളതും വിദേശ രാജ്യങ്ങളിൽ നിന്ന് തന്നെ നല്ല വരുമാനം കമ്പനിക്ക് ഉള്ളതുമായിട്ടുള്ള ഒരു നിലവാരമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് ടേം ആൾക്കാർക്കും ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സിനും ഇതിൽ ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. ഡി ഡെവലപ്മെൻറ്റ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് അല്ലെങ്കിൽ ഡീ പൈപ്പിംഗ് സിസ്റ്റം എന്ന ഈ കമ്പനിയുടെ IPO വിശേഷമാണ് നിങ്ങൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോയെ എല്ലാ രീതിയിലും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. കമൻറ്റുകൾ ഇടാനും മടിക്കരുത്. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് വീണ്ടും ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.